ഹായ് ഓൾ, നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് LSS USS പരീക്ഷയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ആർക്കൊക്കെ പരീക്ഷയ്ക്ക് പങ്കെടുക്കാം, എന്തൊക്കെയാണ് പരീക്ഷയുടെ നിബന്ധനകൾ, കാര്യങ്ങളൊക്കെ വരുന്നത്, എപ്പോഴാണ് പരീക്ഷ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പാരൻസ് അതുപോലെ അധ്യാപകരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി 27 നിലവിൽ പുതിയ ഡേറ്റ് വന്നിരിക്കുന്നത്. LSS USS എക്സാമിൻ്റെ പുതിയ ഡേറ്റ് ഫെബ്രുവരി 27 അതിൽ തന്നെ 2024-25 അധ്യയന വർഷത്തെ 4ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും എക്സാമിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, LSSനും USSനും 2 ഭാഗങ്ങളായാണ് ചോദ്യപേപ്പർ നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആർക്കൊക്കെ പരീക്ഷ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ലോവർ അതുപോലെ തന്നെ LP UP ക്ലാസ്സുകളിലെ സ്കോളർഷിപ്പ് പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനുള്ള സമയമാണ് ഇപ്പോൾ നിലവിലായിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 4ാം ക്ലാസ്സും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന നിശ്ചിത യോഗ്യതയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2025 ഫെബ്രുവരി 27 രാവിലെ 10:15 മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് ഈ എക്സാം 2 ഷിഫ്റ്റുകളായിട്ട് ഈ വർഷം നടക്കാൻ പോകുന്നത്. ഓക്കെ, പ്രൈമറി സ്കൂളിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊതുപരീക്ഷ കൂടിയാണ് ഈ പറയുന്ന LSS USSൻ്റെ എക്സാം എന്ന് പറയുന്നത്. ഭാഷ, അതുപോലെ തന്നെ ലാംഗ്വേജുകൾ, അതുപോലെ തന്നെ മാത്സ്, പരിസര പഠനം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ കുട്ടികൾ നേടുന്ന അതിൻ്റെ അറിവും കുട്ടികൾ നേടുന്ന പ്രായോഗിക പഠനവും അതിൻ്റെ പാഠവും ഒക്കെ വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ ഈ LSS USS പരീക്ഷകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് പങ്കെടുക്കാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ്. ഇനി അതിൽ തന്നെ സർക്കാർ ഗവൺമെൻറ് അംഗീകൃതമായ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിൽ ഇന്ന് മുകളിൽ പറഞ്ഞതുപോലെ ഭാഷ, ഗണിതം, പരിസര പഠനം, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ A ഗ്രേഡിന് മാർക്ക് ലഭിച്ച കുട്ടികൾക്കാണ് LSS പങ്കെടുക്കാൻ പറ്റുക. ഈ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിൽ ഭാഷാ വിഷയങ്ങളിലൊക്കെ, ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ A ഗ്രേഡ് ലഭിച്ച കുട്ടികൾക്കാണ് USSൻ്റെ എക്സാമിനും പങ്കെടുക്കാൻ പറ്റുക. ഓക്കെ, ആർക്കാണ് പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു, ക്ലാസ്സുകൾ പറഞ്ഞു, എങ്ങനെയാണ് അവരുടെ മാർക്ക് ബേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർക്ക് പങ്കെടുക്കാം എന്നുള്ള വിഷയത്തിൽ. ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൻ്റെ കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. എവിടെ വെച്ചാണ് എക്സാമുകൾ ഉണ്ടാവുക എന്നുള്ളത്. ഒരു പഞ്ചായത്തിൽ നിലവിൽ ഒരു പരീക്ഷാ കേന്ദ്രമാണ് ഉണ്ടാവുക. എന്നാൽ 120-ൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലെ മറ്റൊരു കേന്ദ്രം കൂടി അനുവദിക്കും. നഗരപ്രദേശങ്ങളിൽ ടൗണിലൊക്കെയാണ് പരീക്ഷ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് കേന്ദ്രങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ചീഫ് എക്സാമിനർ, ഡെപ്യൂട്ടി ചീഫ് ഇൻവിജിലേറ്റർ എന്നിവരുടെ നിയമിക്കുന്നതും അതത് വിദ്യാഭ്യാസ ഉപജില്ലാ ഉദ്യോഗസ്ഥരായിരിക്കും. ഉന്നത നിലവാരം പുലർത്തുന്ന ബാങ്ക് ടെസ്റ്റുകൾ നടത്തുന്ന രീതിയിലാണ് LSSൻ്റെ USSൻ്റെ ഒക്കെ പരീക്ഷകൾ ക്രമീകരിക്കുക. നിലവിൽ നിങ്ങൾ ഒരുപാട് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പേരൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ അറിയാവുന്ന വിഷയമാണ്. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അതുപോലെ തന്നെ ഒരു ഹാളിൽ 20 കുട്ടികളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. പരീക്ഷ എഴുതാൻ ഒരു ഹാളിൽ 20 കുട്ടികളാണ്. ഇവരെ മറ്റ് പ്രധാന പരീക്ഷകൾക്ക് ഇരുത്തും വിധമാകും ഇരിപ്പിടം ഒക്കെ സാധാരണ ഒരുക്കുക. മറ്റുള്ള നമ്മൾ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളൊക്കെ എന്ന പോലെ മത്സര പരീക്ഷകൾക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ, സ്കോളർഷിപ്പ് എക്സാം ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യവും വലിപ്പമൊക്കെ കുട്ടികൾക്ക് അതിൻ്റെ ഗൗരവമൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് എക്സാമിൻ്റെ ക്രമീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചോദ്യപേപ്പറുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രുവരി 27 പരീക്ഷ നടക്കുക. രാവിലെ 10:15 എക്സാം തുടങ്ങുക. ഇതിൽ വരുന്നത് 2 ഭാഗങ്ങളായിട്ടാണ് എക്സാം ഉണ്ടാവുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓരോന്നിൻ്റെയും എഴുതാനുള്ള സമയം 1.5 മണിക്കൂറായിരിക്കും സമയം ഉണ്ടാവുക. ഇതിൽ LSS പരീക്ഷയുടെ പാർട്ട് Aയിൽ ഉത്തരം ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് എഴുതേണ്ടത്. ഇതിന് 3 വിഭാഗങ്ങളുള്ളത്. പാർട്ട് A എന്ന് പറയുന്നത് 1ാം ഭാഷയാണ്, മലയാളം, കന്നഡ അല്ലെങ്കിൽ തമിഴ് പോലത്തെ വിഷയങ്ങളാണ്. പിന്നെ പാർട്ട് B വരുന്നത് ഇംഗ്ലീഷാണ്. പാർട്ട് C വരുന്നത് പൊതുവിജ്ഞാനം എന്നിവ ജനറൽ നോളജ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് പാർട്ട് Aയിലെ ഭാഷയിൽ വിശദമായി ഉത്തരം എഴുതേണ്ട 2 ചോദ്യങ്ങളുണ്ടാവും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാർട്ട് A പേപ്പറിൽ വരുന്നത് ഭാഷയിൽ വിശദമായി ഉത്തരം എഴുതേണ്ട 2 ചോദ്യങ്ങളുണ്ടാവും. ഓരോന്നിനും 5 സ്കോർ വീതം ആകെ 10 സ്കോറാണ് ഉണ്ടാവുക. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട 10 ചോദ്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓരോന്നിനും 1 സ്കോർ വീതം ആകെ 10 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ആകെ സ്കോർ വരുന്നത് 20 മാർക്കായി. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ പാർട്ട് B ഇംഗ്ലീഷ് പേപ്പറാണ് വരുന്നത്. അതിന് 5 സ്കോർ വീതമുള്ള 2 ചോദ്യങ്ങളിലായി ആകെ 10 മാർക്കാണ് ഉണ്ടാവുക. പാർട്ട് C വരുന്നത് പിന്നെ പൊതുവിജ്ഞാനങ്ങളാണ്, ജനറൽ നോളജ് കാര്യങ്ങളാണ്. 1 സ്കോർ വീതമുള്ള 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആകെ ടോട്ടൽ വരുന്നത് 10 മാർക്കാണ്. ABC എന്നീ വിഭാഗങ്ങളിലായി 1ാം പേപ്പറിൽ ആകെ 40 പേപ്പർ, എന്നാൽ 20+10+10 2ാം പേപ്പറിലും 2 പാർട്ടുകളിലാണ് ചോദ്യം പേപ്പർ ഉണ്ടാവുക. പാർട്ട് A അഥവാ പരിസര പഠനം, പിന്നെ പാർട്ട് B അഥവാ മാത്സ്
എന്നിങ്ങനെയാണ് ഇവ. ഈ 2 പാർട്ടുകളാണ് പറഞ്ഞത്. ഇതിൽ പാർട്ട് എയിലും പാർട്ട് ബിയിലും 20 സ്കോർ വീതമുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആകെ 40 സ്കോറാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചോദ്യ ബുക്കിൽ തന്നെ ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടാവും. USS പരീക്ഷയ്ക്കും ഇതേപോലെ തന്നെ ചോദ്യങ്ങൾ 2 വിഭാഗങ്ങളിലായിരിക്കും ഉണ്ടാവുക. ഒന്നാം പേപ്പർ രാവിലെയും രണ്ടാമത്തെ പേപ്പർ ഉച്ചക്കും എക്സാം ഉണ്ടാവും. ഒന്നാം പേപ്പറിൽ പാർട്ട് ABC എന്ന വിഭാഗങ്ങളിൽ ആകെ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ 45 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, 5 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല, 45 നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. രണ്ടാം പേപ്പർ ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. ഉച്ചക്കേഷുള്ള എക്സാമിൽ 2 പേപ്പറിലും കൂടി ആകെ 90 മാർക്ക് എന്ന് വെച്ചാൽ 45 + 45 പരമാവധി സ്കോർ ഒരു 90 എങ്കിലും മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, മറ്റു പൊതുപരീക്ഷകൾക്ക് എന്ന പോലെ തന്നെ ഈ പരീക്ഷയും ആദ്യ 15 മിനിറ്റ് നേരം ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടാവും. തുടക്കത്തിൽ കുട്ടികൾക്കൊന്ന് റിലാക്സ് ആവാനുള്ള ടൈം ഉണ്ടാവും. ഈ സമയത്ത് ചോദ്യങ്ങളൊന്ന് കൃത്യമായിട്ട് കുട്ടികൾക്ക് എന്താകണം, വായിച്ച് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് പാരൻസൊക്കെ ഒന്ന് അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം കുട്ടികൾ ഇതുപോലത്തെ വലിയ പബ്ലിക് എക്സാമുകളൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പറഞ്ഞു കൊടുക്കുക. ആദ്യത്തെ 1/4 മണിക്കൂർ സമയം കൂൾ ഓഫ് ടൈമാണ്. ആ സമയത്ത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യരുത്. അതുപോലെ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം നോക്കിയിരിക്കരുത്. മുഴുവൻ ചോദ്യങ്ങളും ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിച്ച് നോക്കുക. നമുക്ക് ഉത്തരങ്ങൾ അറിയുന്നതും അറിയാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് കുട്ടികളോടൊന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ട വിധം എന്നാണ്. LSS പരീക്ഷയുടെ ഓരോ പാർട്ടിലെയും ചോദ്യപേപ്പറിന് ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഉത്തരം എഴുതാൻ ചോദ്യപേപ്പറിൽ തന്നെ പ്രത്യേകം സ്ഥലം ഉണ്ടായിരിക്കും. എന്നാൽ USS പരീക്ഷയ്ക്ക് ചോദ്യ പുസ്തകത്തിനൊപ്പം OMR എന്നറിയപ്പെടുന്ന ഒരു ഷീറ്റ് കൂടി ഓരോ വിദ്യാർത്ഥിക്ക് ലഭിക്കും. സാധാരണ OMR ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് അറിയുണ്ടാവില്ല. OMR ക്വസ്റ്റ്യൻസ് വലിയ ആളുകൾക്ക് നിങ്ങൾ ടീച്ചേഴ്സിനും പാരൻസിനൊക്കെ കേട്ട് പരിചയമുണ്ടാവും. അങ്ങനത്തെ ഒരു പേപ്പർ ഷീറ്റ് എക്സ്ട്രാ ആണ് കുട്ടികൾക്ക് ലഭിക്കുക. ചോദ്യ പുസ്തകത്തിലെ ഓരോ ചോദ്യവും കൃത്യമായി വായിച്ച് അതിന് താഴെയായി നൽകിയിരിക്കുന്ന സമാനമായ 4 ഉത്തരങ്ങളിൽ നിന്ന് ശരിയുത്തരം കണ്ടെത്തണം. ഓക്കെ, ABCD എന്നിങ്ങനെയുള്ള 4 ഉത്തരങ്ങളിൽ 1 മാത്രമായിരിക്കും ശരി. OMR ക്വസ്റ്റ്യൻസ് ടൈപ്പ് നിങ്ങൾക്ക് അറിയാലോ, ഓപ്ഷണലായിരിക്കും ഉണ്ടാവുക. അതുപോലെ OMR ഷീറ്റിലും ABCD എന്ന് രേഖപ്പെടുത്തിയ 4 ചെറിയ ബബിളുകൾ വീതം ഉണ്ടായിരിക്കും. നമ്മൾ ബബിളുകൾ നിങ്ങൾക്ക് അറിയാലോ, കുട്ടികൾക്ക് ജസ്റ്റ് അതിൻ്റെ മാതൃകയൊക്കെ നിങ്ങൾ നേരത്തെ കാണിച്ചു കൊടുക്കണം കേട്ടോ പാരൻസ്. ഇതിൽ ശരിയുത്തരമായ അക്ഷരം രേഖപ്പെടുത്തിയ ബബിളിൽ നീലയോ കറുപ്പോ പേനകൾ കൊണ്ട് നിറം കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ചോദ്യത്തോടൊപ്പമുള്ള 4 ഉത്തരങ്ങളും സമാനമായി തോന്നുന്നത് കൊണ്ട് തന്നെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നത് പലപ്പോഴും ശ്രമകരമായിരിക്കും. ഏകദേശം ഒരുപോലെയാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരത്തിൽ OMR ഷീറ്റിൽ ഉത്തരം അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നീല പേപ്പറും നീല മഷിപ്പെന്നും കറുത്ത മഷിപ്പെന്നും ഒക്കെ കുട്ടികളുടെ അടുത്ത് ഉണ്ടാവുക. അതൊക്കെ ഉറപ്പ് വരുത്തുക പാരൻസ്. അതുപോലെ തന്നെ അപൂർണമായി രേഖപ്പെടുത്തിയ OMR മൂല്യനിർണ്ണയം നടത്തുവാൻ സാധിക്കില്ല. അപ്പോൾ കളർ ഏതാണെന്ന് മനസ്സിലാവാതിരിക്കുക, അല്ലെങ്കിൽ പകുതി കളർ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താലൊക്കെ അതൊക്കെ തള്ളപ്പെടും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാം. ഓക്കെ, ഇത് സംബന്ധിച്ച് പരാതികൾ പിന്നീട് പരിഗണിക്കുന്നതല്ല. നിങ്ങൾ എവിടെ അപ്പീലിന് പോയിട്ടും കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഓരോ വിദ്യാർത്ഥിയും വളരെ ശ്രദ്ധിച്ചാണ് എന്താണ്ടത് കൈകാര്യം ചെയ്യേണ്ടത്. ഇനി വരുന്നത് USS പരീക്ഷയുടെ ഉത്തരപേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത OMR വാല്യുവേഷൻ മുഖേനയാണ്. പരീക്ഷ വേളയിൽ OMR ഷീറ്റിൽ കൃത്യമായി വിവരങ്ങൾ ബബിൾ ചെയ്യുവാൻ പരീക്ഷാർത്ഥികൾ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം മൂല്യനിർണ്ണയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അസാധുവായി പോകും. നിങ്ങൾ എഴുതിയത് കറുപ്പിച്ചതൊക്കെ അസാധുവായി പോകും. ഇനി നിങ്ങൾ എഴുതിയത് ഏത് കളറാണെന്ന് വ്യക്തമായില്ലെങ്കിൽ, ഏത് ബബിളാണ് നിങ്ങൾ ചെയ്ത് 2 ബബിളും കുറച്ച് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്താലൊക്കെ സംഗതി അസാധുവായി പോകും. അതുപോലെ ABCD 4 സെറ്റുകളായി പ്രിൻ്റ് ചെയ്ത പേപ്പറുകളാണ് പരീക്ഷാ ഹാളിൽ വിതരണം ചെയ്യുക. മുൻനിരയിലെ 4 വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ ലെറ്ററുകളിലെ ചോദ്യ പേപ്പറുകൾക്കും നൽകുക. ഓക്കെ, എല്ലാ കുട്ടികൾക്കും ഒരുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറല്ല നൽകുക. അതൊക്കെ പാരൻസിന് ടീച്ചേഴ്സിന് അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ പുസ്തകത്തിലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻവിജിലേറ്റർമാരായ അധ്യാപകരുടെ പൊതുവായുള്ള വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കില്ല. കാരണം കുട്ടികൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാണെങ്കിലും ക്രമനമ്പറിൽ എന്തുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. എല്ലാവർക്കും ചിലപ്പോൾ ഒരേ ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം ഒന്നായിരിക്കും, പക്ഷേ ഡിസോർഡറിലായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് ഒരാൾക്ക് ഔദ്യോഗികമായിട്ട് എണീച്ച് നിന്നത് മുഴുവൻ വായിച്ചെന്ന് പറയാൻ കഴിയില്ല. കാരണം പല കുട്ടികൾക്കും പല ടൈപ്പാണല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ ഇതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും പേപ്പർ ഒന്നിന് ഏകദേശം ഒരു 100 രൂപ നിരക്കിൽ ഫീസും സഹിതം ബന്ധപ്പെട്ട ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൂല്യനിർണ്ണയ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുക തിരികെ ലഭിക്കും. അല്ലാത്തവരുടെ തുക ബന്ധപ്പെട്ട സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വരവ് വെക്കുകയാണ് ചെയ്യുക. സ്കോളർഷിപ്പിൻ്റെ തുക വരുന്നത് പരീക്ഷ പാസ്സാകുന്ന LSS വിദ്യാർത്ഥികൾക്ക് 1000 രൂപയും USS വിദ്യാർത്ഥികൾക്ക് 1500 രൂപയുമാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക. LSSകാർക്ക്
കാർക്ക് 5, 6, 7 ക്ലാസ്സുകളിലും USS കാർക്ക് 8, 9, 10 ക്ലാസ്സുകളിലുമാണ് ഈ തുക ലഭിക്കുന്നത്. സ്കോളർഷിപ്പ് തുകയ്ക്കപ്പുറം തങ്ങളുടെ വിദ്യാലയങ്ങളുടെ ഉന്നത നിലവാരത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായി സ്കൂൾ അധികൃതർ എടുത്തു കാട്ടുന്നത് ഈ പരീക്ഷകളാണ്. അപ്പോൾ LSSൻ്റെ പരീക്ഷയും USSൻ്റെ പരീക്ഷയൊക്കെയാണ് നമ്മൾ സാധാരണതാക്കിൽ ഒരു സ്കൂളിൻ്റെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. LSS ഇത്ര കുട്ടികൾ വിജയിച്ചു എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ മാത്രം വിജയമല്ല, ശരിക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. നമ്മളവരെ കാണാതെ പോകരുത്. അവരുടെയും കൂടി പരിശ്രമം കൊണ്ടാണ് കുട്ടികൾ മിക്കപ്പോഴും ഈ സ്കോളർഷിപ്പൊക്കെ നേടിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇനി ഫെബ്രുവരി എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ അതിൻ്റെ സ്കോളർഷിപ്പ് തുക എത്രയാണ്, എങ്ങനെയാണ് എക്സാമിൻ്റെ മോഡൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ആവുന്ന കുട്ടികൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എക്സാമിന് തയ്യാറാവുക. എല്ലാ ആളുകൾക്കും വിജയ ഭാവുകങ്ങൾ നേരെയാണ്. എല്ലാ ആളുകളും നന്നായി പഠിക്കുക, നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓക്കെ, ബൈ.